ജാക്മയുടെ വിജയകഥ. ജാക്മയുടെ വിജയകഥയെ കുറിച്ചാണ് നമ്മൾ ഓരോ വീഡിയോസ് ആയി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല എങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട്. അത് കണ്ടതിന് ശേഷം ഇത് കാണുക. ജാക്മയ്ക്ക് എങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ജോലി കിട്ടിയതെന്നും അദ്ദേഹം ഒരു സാധാരണ ഗവൺമെന്റ് ജോലിയിൽ എങ്ങനെയാണ് ഒരു ക്ലർക്കായി ജോലി നോക്കിയതെന്നും കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു. ഇവിടെ നിന്നാണ് ആലിബാബ എന്ന കമ്പനി തുടങ്ങി ചൈനയിലെ 1-ാം നമ്പർ കോടീശ്വരനായി അദ്ദേഹം എങ്ങനെയാണ് മാറിയതെന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് വളരെ വളരെ താല്പര്യമുണർത്തുന്ന ഒന്നാണ്. ജാക്മ തന്റെ വീട്ടിലേക്ക് സുഹൃത്തുക്കളായ 20 പേരെ വിളിച്ചു കൂട്ടിയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വച്ചായിരുന്നു ആ മീറ്റ് നടന്നത്. ഒരു 5 വർഷത്തിന് മുമ്പ് ആരംഭിച്ച കമ്പനി എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു എന്നത് ജാക്മ ചില കാരണങ്ങൾ പറഞ്ഞു. അതിനുശേഷം ഇന്ന് നമ്മൾ എന്തുകൊണ്ടാണ് പുതുതായി ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കി ഒരു കമ്പനി ആരംഭിക്കണം എന്നതും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു. അതുമാത്രമല്ല, പ്രധാനപ്പെട്ട ഡേറ്റകളെല്ലാം കയ്യിൽ വച്ചുകൊണ്ടിരുന്നാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു 3 മാസത്തിനു മുമ്പ് ചൈനയിൽ ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം 20 ലക്ഷമായിരുന്നു. എന്നാൽ 3 മാസത്തിന് ശേഷം ഇപ്പോൾ അത് ഇരട്ടിയായി 40 ലക്ഷമായി മാറിയിരിക്കുന്നത്. അടുത്ത 3 മാസത്തിനുള്ളിൽ ഇത് ഇനിയും പല മടങ്ങായി മാറാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ആരംഭിച്ച ഇന്റർനെറ്റ് കമ്പനികൾ, സെർച്ച് എഞ്ചിൻ കമ്പനികൾ, യാഹൂ തുടങ്ങിയ കമ്പനികൾ എത്രത്തോളം വളർന്നു കഴിഞ്ഞു എന്നതും അദ്ദേഹം ഡേറ്റ സഹിതം കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് നമ്മൾ ഇന്റർനെറ്റ് അടിസ്ഥാനമാക്കി ഒരു കമ്പനി ആരംഭിക്കുന്നത് ഇതാണ് ശരിയായ സമയമെന്ന് അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇങ്ങനെയുള്ള ഒരു കമ്പനിയാണ് ആരംഭിക്കാൻ പോകുന്നത്. എന്നാൽ B2B, ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്നവർക്കുള്ള വെബ്സൈറ്റ്, അതായത് ഹോൾസെയിൽ ബിസിനസ് ചെയ്യുന്നവരെ പരസ്പരം ബന്ധിപ്പിക്കാനുള്ള ഒരു വെബ്സൈറ്റ് ആരംഭിക്കാൻ പോകുന്നു എന്നതാണ് ജാക്മ പറഞ്ഞത്. ഇപ്പോൾ ചിലർക്ക് B2B എന്നാൽ എന്താണെന്ന് അറിയില്ലായിരിക്കാം. അതുമാത്രം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. ആമസോൺ ഒക്കെ നോക്കിയാൽ B2B, ബിസിനസ് ടു കസ്റ്റമർ ആണ്. ബിസിനസ് ചെയ്യുന്നവരിൽ നിന്ന് കസ്റ്റമർ സാധനങ്ങൾ വാങ്ങുന്നു. ആമസോൺ ഈ സ്വന്തം സാധനങ്ങളൊന്നും സ്വയമായി വിൽക്കുന്നതല്ല. സാധനങ്ങൾ വിൽക്കുന്നവരെ സാധനങ്ങൾ വാങ്ങുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് മാത്രമാണ് ആമസോൺ. എന്നാൽ ജാക്മ പറഞ്ഞത് നമ്മൾ B2B, അതായത് ബിസിനസ് ചെയ്യുന്നവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ആരംഭിക്കാൻ പോകുന്നു എന്നാണ്. അതായത് ഇപ്പോൾ ഡൽഹിയിൽ ഒരു ഹോൾസെയിൽ വ്യാപാരി ഉണ്ട്. അദ്ദേഹം ധാരാളം ബെഡ്ഷീറ്റുകൾ മൊത്തം ഹോൾസെയിൽ വിലയ്ക്ക് വിൽക്കുന്ന ആളാണ്. അതുപോലെ ചൈനയിൽ ഒരു ഹോൾസെയിൽ വ്യാപാരി ഉണ്ട്. അദ്ദേഹം ധാരാളം ബെഡ്ഷീറ്റുകൾ ഹോൾസെയിലായി വാങ്ങുന്ന ആളാണ്. അല്ലെങ്കിൽ വാങ്ങി തമിഴ്നാട് മുഴുവനും വിൽക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഡൽഹിയിലുള്ള ഹോൾസെയിൽ വ്യാപാരിയും ചൈനയിലുള്ള ഹോൾസെയിൽ വ്യാപാരിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വെബ്സൈറ്റ് ആണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇതാണ് ബിസിനസ് ടു ബിസിനസ്. ഇത്തരത്തിൽ ഹോൾസെയിലിലെ ഉള്ളവരെ ബിസിനസ് ചെയ്യുന്നവരെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ബിസിനസ് ടു ബിസിനസ് ആണ് ജാക്മ പറഞ്ഞത്. ജാക്മയുടെ പ്ലാൻ, ഇന്റർനെറ്റിന്റെ വളർച്ച, ഭാവി പദ്ധതികൾ എന്നിങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നത് കേൾക്കും തോറും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഇത്തവണ ഈ പ്ലാൻ തീർച്ചയായും വിജയിക്കുമെന്നും അദ്ദേഹത്തെ വിശ്വസിച്ചു. അതുമാത്രമല്ല, നേരത്തെ അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന 8 പേർക്ക് പുറമെ മറ്റു 9 സുഹൃത്തുക്കൾ കൂടെ ഈ ബിസിനസ്സിൽ പങ്കാളികളാകാൻ തയ്യാറായി. ഇവരെല്ലാവരും ചേർന്ന് ആൾക്കനുസരിച്ച് പണം 5 ലക്ഷം രൂപ നിക്ഷേപമായി കൊണ്ടുവന്നു. ഇന്നത്തെ ഇന്ത്യ മൂല്യം അനുസരിച്ച് അത് 25 ലക്ഷം രൂപ എന്ന് പറയപ്പെടുന്നു. അതായത് 17 പേർ ചേർന്ന് 25 ലക്ഷം രൂപ നിക്ഷേപമിറക്കി ബിസിനസ് തുടങ്ങാൻ തീരുമാനിച്ചു. 17 പേരോ എന്ന് നിങ്ങൾക്ക് അത്ഭുതം തോന്നാം. ചൈനയിലൊക്കെ ഇത്തരത്തിൽ ഒരുപാട് പേർ നിൽക്കാറുണ്ട്. എപ്പോഴും ഒരു 10 പേരോ 12 പേരോ ചേർന്ന് തന്നെയാണ് ബിസിനസ് തുടങ്ങുക. വരുന്ന ലാഭം കൃത്യമായി വീതിച്ചെടുക്കും. അവർക്കിടയിൽ എപ്പോഴും ആ ഒരു ഒത്തൊരുമ ഉണ്ടായിരിക്കും. നമുക്കെല്ലാം നന്നായി അറിയാവുന്ന കമ്പനിയായ റെഡ്മി മൊബൈലുകൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ. ആ മിനി കമ്പനി പോലും 12 പേർ ചേർന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇത്തരത്തിൽ എത്ര പേർ ചേർന്ന് ഒരു സ്ഥാപനം തുടങ്ങിയാലും തലവൻ ഒരാൾ മാത്രമായിരിക്കും. ആ തലവൻ പറയുന്നത് എല്ലാവരും കേൾക്കും. അവർക്കിടയിൽ നല്ല ഒത്തൊരുമ ഉണ്ടാകും. അതുകൊണ്ടാണ് ചൈനീസ് കമ്പനികൾ ഒരുപാട് വിജയിക്കുന്നത് എന്ന് പറയപ്പെടുന്നു. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു 10 പേരോ 12 പേരോ ചേർന്ന് ബിസിനസ് ആരംഭിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പൊതുവെ നമ്മുടെ നാട്ടിൽ ആ ഒത്തൊരുമ അല്പം കുറവാണ്. 10 പേർക്ക് ഒരാൾ തന്നെ ആയിരിക്കണം തലവൻ. ഓരോരുത്തർക്കും സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനം എടുക്കാൻ കഴിയില്ല. തലവൻ പറയുന്നത് എല്ലാവരും കേൾക്കണം. 10 പേർ ഒരാളെ തലവനായി തിരഞ്ഞെടുത്ത് അദ്ദേഹം പറയുന്നത് മറ്റുള്ളവർ എല്ലാവരും കേൾക്കാൻ തുടങ്ങിയാൽ തീർച്ചയായും വലിയ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ ഒരാൾക്ക് മാത്രം 20 ലക്ഷം രൂപ നിക്ഷേപം സമാഹരിക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ഓരോരുത്തർക്കും 2 ലക്ഷം രൂപ വീതം നിക്ഷേപം റെഡിയാക്കാൻ സാധിക്കും. അപ്പോൾ 10 പേർ 2 ലക്ഷം രൂപ വീതം റെഡിയാക്കിയാൽ 20 ലക്ഷം രൂപ തനിയെ റെഡിയാകുമല്ലേ. അത് വെച്ച് നല്ല ബിസിനസ് തുടങ്ങാം. തുടക്കത്തിൽ ലാഭം കുറവായിരിക്കും. എന്നാൽ ബിസിനസ് വളരുന്നതിന് അനുസരിച്ച് ആ ലാഭത്തിന്റെ ശതമാനം വർദ്ധിക്കുമല്ലേ. ഒത്തൊരുമയാണ് ബലം. ശരി, ആ കഥ വിടാം. നമുക്ക് ജാക്മയുടെ
കഥയിലേക്ക് വരാം. ഇപ്പോൾ നമ്മുടെ കഥാനായക് ജാക്മ ഉൾപ്പെടെ 17 പേർ ചേർന്ന് ഒരു കമ്പനി തുടങ്ങാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കമ്പനിക്ക് എന്ത് പേരിടുമെന്ന് ജാക്മ ഇപ്പോഴാണ് ആലോചിക്കുന്നത്. നമ്മുടെ കമ്പനി ചൈനയിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ട ഒരു കമ്പനി അല്ല. അതുകൊണ്ട് ചൈനീസ് പോരാ, അല്ലെങ്കിൽ ഉച്ചരിക്കാൻ ബുദ്ധിമുട്ടുള്ള പേരോ നമ്മൾ ഇടരുത്. നമ്മുടെ കമ്പനി ലോകമെമ്പാടും വളരേണ്ട ഒരു കമ്പനി ആയിരിക്കണം. അതുകൊണ്ട് ആഗോള തലത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേര് വേണം ഇടാനെന്ന് അദ്ദേഹം ചിന്തിച്ചു. അങ്ങനെ പല ദിവസങ്ങൾ ആലോചിച്ച് പലരോടും ചോദിച്ച് അദ്ദേഹം ഇട്ട പേരാണ് ആലിബാബ കോ. അതെ, ആലിബാബ എന്ന ഈ പേര് അറിയാത്തവരായി ലോകത്ത് ആരും തന്നെ ഉണ്ടാകുകയില്ല. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർക്ക് വരെ ആലിയും ബാബയും 40 കള്ളന്മാരും എന്ന കഥ നന്നായി അറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ട് ആലിബാബ എന്ന പേര് ജാക്മ കമ്പനി ആരംഭിച്ചു. ഇത്തരത്തിൽ നമ്മുടെ കഥയിലെ നായകൻ ജാക്മയും മറ്റു 17 പേരും ചേർന്ന് 1999 ജൂൺ 28 ആരംഭിച്ച കമ്പനിയാണ് ഈ ആലിബാബ കോ. കമ്പനി പുതുതായി ഓഫീസിൽ കണ്ടെത്തണമെന്നും അവർ ആലോചിച്ചതേയില്ല. ഒരു സാധാരണ ഫ്ലാറ്റ് വീട് വാടകയ്ക്കെടുത്ത് അവിടെ തന്നെയാണ് ആ 17 പേരും ചേർന്ന് ജോലി ചെയ്യാൻ ആരംഭിച്ചത്. അതെ, ജാക്മയും അവരോടൊപ്പം തന്നെയാണ് എപ്പോഴും ജോലി ചെയ്തിരുന്നത്. അദ്ദേഹത്തിന് മാത്രമായി പ്രത്യേകിച്ച് ഒരു മുറിയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ ജോലികളും അദ്ദേഹവും നോക്കി നടത്തി. ആദ്യം അവർ ആലിബാബ വെബ്സൈറ്റ് രൂപകൽപ്പന ചെയ്തു. അതിനുശേഷം അവർക്കറിയാവുന്ന കോൺടാക്റ്റുകൾ വഴി കുറച്ച് ബിസിനസ് വരാൻ തുടങ്ങി. ഒരുപാട് ബിസിനസ്സുകാർ ആലിബാബയുടെ വെബ്സൈറ്റിൽ തങ്ങളുടെ കമ്പനികൾ രജിസ്റ്റർ ചെയ്തു. കമ്പനി പടിപടിയായി വളർന്നു. എന്നാൽ ഈ വളർച്ച പോരെയായിരുന്നു. ഇനിയും നമ്മുടെ കമ്പനി വളർത്തണമെങ്കിൽ നമുക്ക് ഇനിയും ഒരുപാട് നിക്ഷേപം ആവശ്യമാണ്. അതായത് ഒരുപാട് പണം വേണം. വേറെ ആരെങ്കിലും ഒരാൾ നമ്മുടെ കമ്പനിയിൽ നിക്ഷേപം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇനിയും വേഗത്തിൽ വളരാൻ സാധിക്കൂ എന്ന് ജാക്മ പറഞ്ഞു. ഈ വെഞ്ചർ ക്യാപിറ്റൽസ് കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കാം. എന്നാൽ ഏകദേശം 1999 കാലഘട്ടത്തിൽ തന്നെ ഇങ്ങനെയുള്ള വെഞ്ചർ ക്യാപിറ്റൽസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ പൊതുവായോ ബാങ്കിലോ ചെന്ന് നിങ്ങൾ വായ്പ ചോദിച്ചാൽ നിങ്ങൾക്ക് സ്വത്തുണ്ടോ എന്ന് ചോദിച്ചിട്ട് വായ്പ തരും. എന്നാൽ ഈ വെഞ്ചർ ക്യാപിറ്റൽസ് ബിസിനസ്സായി നല്ലൊരു ഐഡിയ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ, അത് നടപ്പിലാക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കും. ഇവരെയാണ് വെഞ്ചർ ക്യാപിറ്റൽസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഏതെങ്കിലും വെഞ്ചർ ക്യാപിറ്റൽസിനെ കണ്ടെത്തുമോ എന്ന് തിരയുകയായിരുന്നു ജാക്മ. അപ്പോഴാണ് ഇൻവെസ്റ്റർ എബി എന്നൊരു കമ്പനിയോട് നിക്ഷേപം ചോദിച്ച് ജാക്മ ചെല്ലുന്നത്. അന്ന് ജാക്മയുടെ ആലിബാബ കമ്പനിയിൽ നിക്ഷേപം നടത്തണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട അധികാരത്തിൽ ജോസഫ് സായി അല്ലെങ്കിൽ ജോ സായി എന്ന ഒരാളുണ്ടായിരുന്നു. ഈ ജോസ് ചൈനക്കാരൻ തന്നെയാണ്. പക്ഷേ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയിലേക്ക് പോയി. അമേരിക്കയിൽ പോയി നന്നായി പഠിച്ച് അവിടത്തെ ഇൻവെസ്റ്റ്മെർ കമ്പനിയിൽ ജോലി ചെയ്ത ഒരാളാണ് ഇദ്ദേഹം. പല വർഷങ്ങളായി അമേരിക്കയിലായിരുന്നു. അതിനുശേഷം ഇൻവെസ്റ്റർ എബി എന്ന കമ്പനിയുടെ ചൈന ബ്രാഞ്ചിലേക്ക് അദ്ദേഹം മാറി ജോലി ചെയ്യുന്നത്. അത് ഒരു അമേരിക്കൻ കമ്പനിയാണ്. അതിന്റെ ചൈന ബ്രാഞ്ചാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. തീരുമാനം എടുക്കേണ്ട ആ അധികാരത്തിൽ അദ്ദേഹമാണ് ഉള്ളത്. ജാക്മ ഈ ജോസഫിനോട് തന്റെ സ്വപ്നങ്ങളെ കുറിച്ചും തന്റെ ആലിബാബ കമ്പനിയെ കുറിച്ചും ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നു. ശരി, നിങ്ങളുടെ കമ്പനിയുടെ മെയിൽ ബ്രാഞ്ച് എനിക്കൊന്ന് കാണണം എന്ന് ജോസഫ് ചോദിക്കുന്നു. ജാക്മ അതിന് ചിരിച്ചുകൊണ്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞു കൂട്ടി കൊണ്ടുപോകുന്നു. ആ നിക്ഷേപകനും ജാക്മയും ആ അപ്പാർട്ട്മെന്റിന്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നു. ചെറിയ ഫ്ലാറ്റിനുള്ളിൽ 17 പേർ ചേർന്നും വലിയ സ്വപ്നങ്ങളോടെ ജോലി ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഒരാൾ വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്നു, മറ്റൊരാൾ പുതിയ കസ്റ്റമേഴ്സിനെ ഫോണിൽ സംസാരിക്കുന്നു, വേറെ ഒരാൾ ബാങ്കിന്റെ അപ്ഡേറ്റിന് സംബന്ധമായ ജോലികൾ നോക്കുന്നു. ഇത് കണ്ട് ജോസഫ് അത്ഭുതപ്പെട്ടു പോയി. ഇതാണോ നിങ്ങളുടെ കമ്പനി എന്ന് അദ്ദേഹം ചോദിച്ചു. അതെ, ഞങ്ങൾ ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഞങ്ങളുടെ സ്വപ്നങ്ങൾ വലുതാണ്, ലക്ഷ്യങ്ങൾ വലുതാണ്. ഇന്റർനെറ്റിനെ കുറിച്ച് എനിക്ക് നല്ല അറിവുണ്ട്. തീർച്ചയായും ഞങ്ങൾ വിജയിക്കും എന്ന് ജാക്മ ഉറപ്പിച്ചു പറഞ്ഞു. ശരി, ഞാൻ ഹെഡ് ഓഫീസിലേക്ക് ഈ റിപ്പോർട്ടുകളെല്ലാം അയക്കാം. നാളെയാണ് തീരുമാനം പറയുക എന്ന് പറഞ്ഞ് ജോസഫ് അവിടെ നിന്നും ഇറങ്ങി. ജോസഫിനെ ഉള്ളിൽ വലിയ അത്ഭുതമായിരുന്നു. ഒരു 17 പേർ ചേർന്ന് ഇത്രയും വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. മറുദിവസം ജോസഫ് ജാക്മയും തമ്മിൽ കാണുന്നു. ജോസഫിനെ കണ്ടതും ജാക്മ ചോദിക്കുന്നു, എന്തായി ജോസഫ്, പണം കിട്ടിയോ? ഞങ്ങളുടെ കമ്പനിയിൽ എത്ര നിക്ഷേപിക്കാൻ പോകുന്നു എന്ന്. എന്നാൽ അതിന് ജോസഫ് പറഞ്ഞത്, നിങ്ങളുടെ കമ്പനിയെ കുറിച്ചുള്ള യാഥാർത്ഥ്യ വിവരങ്ങൾ ഞാൻ എൻ്റെ കമ്പനിയോട് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ കമ്പനിക്ക് നിങ്ങളുടെ ആലിബാബ കമ്പനിയിൽ നിക്ഷേപം നടത്താൻ കഴിയുന്നില്ല എന്ന് അവർ പറഞ്ഞു.
പക്ഷെ മറ്റൊരു കാര്യം ഞാൻ പറയാം. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നു ജാക്മ. 17 പേർ ചേർന്ന് ഒരു ലക്ഷ്യബോധത്തോടെ ഇങ്ങനെ കഠിനാധ്വാനം ചെയ്യുന്നു. എന്തോ അതേ ദിവസം ഞാൻ സമ്പാദിച്ചു, സന്തോഷത്തോടെ ഇരുന്നത് എന്നതെല്ലാം വളരെ സ്വപ്നങ്ങളിലേക്ക് നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തന്നെ അസൂയ തോന്നുന്നു. നിങ്ങൾ കമ്പനിയിൽ എനിക്കൊരു ജോലി തരാമോ? ഞാനും നിങ്ങളോടൊപ്പം ചേർന്ന് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായും പുതിയ പുതിയ നിക്ഷേപങ്ങൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാം. എന്നെയും നിങ്ങളുടെ കമ്പനിയിലെ ജോലിക്ക് ചേർക്കുക. ഞാൻ എന്റെ ജോലി രാജിവെച്ചിട്ട് നിങ്ങളുടെ കമ്പനിയിൽ ജോയിൻ ചെയ്യാം എന്ന് ജോസഫ് പറഞ്ഞു. ജാക്മയ്ക്ക് എന്താണ് പറയേണ്ടതെന്ന് മനസ്സിലായില്ല. സന്തോഷവും ദുഃഖവും ജാക്മയ്ക്ക് നേരെ ഒരേ സമയമാണ് വന്നത്. അദ്ദേഹം നിക്ഷേപം കൊണ്ടുവരുമെന്ന് നോക്കിയപ്പോൾ ഒടുവിൽ ഞാൻ എന്റെ ജോലി ഉപേക്ഷിക്കാൻ പോകുന്നു, നിങ്ങളുടെ കമ്പനിയിൽ എനിക്കൊരു ജോലി തരൂ എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്നുവല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം നമ്മുടെ കമ്പനിയിൽ ചേരുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഇപ്പോൾ നിക്ഷേപം കിട്ടിയില്ലല്ലോ, പണത്തിന് എന്തു ചെയ്യുമെന്ന് അദ്ദേഹം ആലോചിച്ചു. എങ്കിലും പ്രതീക്ഷയുടെ ആ ജോസഫിനെ ജോലിയിൽ ചേർത്തു ജാക്മ. ജോസഫ് വന്നതിന് ശേഷം ആലിബാബ കമ്പനി ഒരു പുതിയ ഉന്മേഷം കിട്ടിയതുപോലെ ആയിരുന്നു. ജോസഫ് പറഞ്ഞു, ജാക്മ, നിങ്ങൾ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെയാണ് ചെയ്യുന്നത്. അതൊരു തെറ്റല്ല. എങ്കിലും നമ്മളെ വിശ്വസിച്ച് ചില ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷെ നടത്തണം എന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമ്മൾ ചില സിസ്റ്റം പിന്തുടരേണ്ടതുണ്ട്. നിങ്ങൾ 17 പേർ ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നു. അത്രയും പേർ പണം മുടക്കിയിരിക്കുന്നു. എന്നാൽ ആർക്ക് എത്ര പങ്ക് എന്നത് ഷെയർ എല്ലാം വ്യക്തിപരമായി ഒരു പേപ്പറിൽ ഉണ്ടാക്കണം. അവരെല്ലാം എന്തെല്ലാം ജോലി ചെയ്യണം, എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ ഒരു ലിസ്റ്റ് ഫോളോ ചെയ്യണം. അങ്ങനെയുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ നമുക്ക് നിക്ഷേപക്കാരെ ലഭിക്കൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഒരു സിസ്റ്റത്തിലേക്ക് മാറ്റി ജോസഫ്. അതുമാത്രമല്ല, ജോസഫ് അമേരിക്കയിൽ ജോലി ചെയ്ത ഒരാളാണ്. അതിനു മുമ്പേ അമേരിക്കയിലെ വളരെ വലിയ 2-3 ഇൻവെസ്റ്റ്മാർ കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ട്. ആ കോണ്ടാക്റ്റിസിനെ ഗോൾഡ്മാൻ സാക്സ് എന്ന ഒരു വലിയ കമ്പനിയോട് അദ്ദേഹം സംസാരിച്ചു. ഇത്തരത്തിൽ ആലിബാബ കമ്പനിയിൽ നിക്ഷേപിച്ചാൽ വളരെ വലിയ വിജയം നാളെ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ജാക്മയുടെ കമ്പനിക്ക് സപ്പോർട്ട് ചെയ്ത് ജോസഫ് സംസാരിച്ചു. ഇതിനെ തുടർന്ന് ആ ഗോൾഡ്മാൻ കമ്പനി ആലിബാബയുടെ 33% ഓഹരികൾ വാങ്ങിക്കൊണ്ട് $3.3 മില്യൺ നിക്ഷേപിക്കാൻ സമ്മതിച്ചു. ഇത് ആലിബാബ കമ്പനിക്ക് ലഭിച്ച വലിയ ഒരു തുകയായിരുന്നു. ജാക്മയോട് ഒരുപാട് സന്തോഷിച്ചു. ഇതിനുശേഷമാണ് ഒരു സാധാരണ ഫ്ലൈറ്റ് വീട്ടിലിരുന്ന് ഓഫീസ് നടത്തുന്നവർ ഹോങ്കോങ്ങിൽ ഔദ്യോഗികമായി ഒരു ഓഫീസ് സ്പേസ് വാടകയ്ക്കെടുത്ത് ജോലി ചെയ്യാൻ ആരംഭിച്ചത്. ഇതിനിടയിൽ ഏകദേശം 28,000-ൽ-അധികം ഉപഭോക്താക്കളെ ആലിബാബ കമ്പനിയുമായി ബന്ധപ്പെട്ടിരുന്നു. ആദ്യ നിക്ഷേപം ലഭിച്ച ഉടനെ കമ്പനി ഒരു ഓഫീസ് സ്പേസിലേക്ക് മാറ്റി. അതിനുശേഷം നമ്മുടെ അടയാളം എന്ന് പറയുന്നത് നമ്മുടെ വെബ്സൈറ്റ് ആണ്. നമ്മുടെ വെബ്സൈറ്റ് ഇനിയും പല മടങ്ങ് ഗുണനിലവാരമുള്ളത് ആയിരിക്കണമെന്ന് കരുതി പുതിയ പുതിയ ഡിസൈൻ ജോലിക്ക് ആളെ എടുത്ത് വെബ്സൈറ്റ് പുതുതായി മാറ്റിമറിച്ചു. വെബ്സൈറ്റിന്റെ വേഗത വർദ്ധിപ്പിച്ചു. ഫാഷൻ, ഇലക്ട്രോണിക്കൽ ഐറ്റംസ്, മേക്കപ്പ് ഐറ്റംസ് എന്നിങ്ങനെ ഓരോന്നും പ്രത്യേകം കാറ്റഗറികൾ കൊണ്ടുവന്ന് അതിലൂടെ ഉപഭോക്താക്കളുടെ എണ്ണം ഇനിയും വർദ്ധിപ്പിച്ചു. ആ സമയത്ത് ജോസഫ് മറ്റൊരു വ്യത്യസ്തമായ കാര്യം കൂടി ചെയ്തു. ജപ്പാനിലെ സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളി മസോഷി സൺ അഥവാ മസോഷിയെ കാണാനുള്ള അപ്പോയിന്റ്മെന്റ് ജാക്മയ്ക്ക് വാങ്ങി നൽകി. ഈ സോഫ്റ്റ് ബാങ്ക് കമ്പനിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഒരു കമ്പനിയുടെ ഐഡിയ നല്ലതാണെങ്കിൽ മാത്രമേ ആ കമ്പനി, ആ സോഫ്റ്റ് ബാങ്ക് വലിയ രീതിയിൽ നിക്ഷേപം നടത്തും. ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യൻ ബാങ്കുകളിൽ സോഫ്റ്റ് ബാങ്ക് ഏതൊക്കെ കമ്പനികളിലാണ് നിക്ഷേപിക്കുന്നത് എന്ന് അറിയാമോ? ഓരോ റൂൾസിനും എന്നിങ്ങനെ ഒട്ടനവധി കമ്പനികൾ സോഫ്റ്റ് ബാങ്ക് ആണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിരിക്കുന്നത്. ഈ കമ്പനികൾ വളരുന്നതിന് ഒരു പ്രധാന കാരണം സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ നിക്ഷേപമാണ്. ഇത്തരത്തിൽ നല്ല നല്ല കമ്പനികളെ തുടക്കത്തിൽ തന്നെ തിരിച്ചറിഞ്ഞ് അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള കഴിവാണ് ഒരു സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളി. 1999 ജാക്മയും ആ സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളിയും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നു. ഈ നിക്ഷേപം മാത്രം നമുക്ക് ലഭിച്ചാൽ വലിയ വിജയം ഉണ്ടാകുമെന്ന ശുഭപ്രതീക്ഷയുടെ ജാക്മ ആ റൂമിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ആ സോഫ്റ്റ് ബാങ്ക് കമ്പനിയുടെ മുതലാളി പറയുന്നു, നിങ്ങൾക്ക് ഞാൻ 20 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നിങ്ങളുടെ കമ്പനിയെ കുറിച്ചും നിങ്ങളുടെ ഭാവി പദ്ധതികളെ കുറിച്ചും എന്നോട് പറയുക. അത് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉടനടി നിക്ഷേപം നടത്തും. അല്ലെങ്കിൽ എനിക്ക് 20 മിനിറ്റിൽ നിങ്ങൾക്ക് സംസാരിക്കുന്നത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതിനുശേഷം എന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കാണാൻ പാടില്ല. നിങ്ങൾക്ക് 20 മിനിറ്റ് സമയം സ്റ്റാർട്ട് എന്ന് മാഡം പറഞ്ഞു. ആലോചിച്ച് നോക്കൂ, 20 മിനിറ്റിനുള്ളിൽ എങ്ങനെയാണ് എല്ലാം വിശദീകരിക്കാൻ കഴിയുക? ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയാണ് ബിസിനസ്, ഇതിനു മുമ്പ് ഏത് ബിസിനസ് ആണ് ചെയ്തത്,
ഇപ്പോൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത്, ഇനി ഭാവി പ്ലാൻ എന്താണെന്ന് പറഞ്ഞു തീർക്കാൻ കുറഞ്ഞത് ഒരു 3/4 മണിക്കൂറെങ്കിലും വേണ്ടേ. അദ്ദേഹം എന്തിനാണ് 20 മിനിറ്റ് മാത്രം തരുന്നതെന്ന് ആലോചിച്ചതിന് ശേഷം ശരി എന്ന് പറഞ്ഞ് ജാക്ക് മാ ചൈനയിൽ ഇന്റർനെറ്റ് എത്രത്തോളം വേഗത്തിലാണ് വളർന്നു എന്നതിനെ കുറിച്ചും തന്റെ ഭാവി പദ്ധതികളെ കുറിച്ചും സംസാരിക്കാൻ തുടങ്ങി. ജാക്ക് മാ കൃത്യമായി ഒരു 6 മിനിറ്റ് മാത്രമേ സംസാരിച്ചിട്ടുണ്ടാകൂ. ഉടനെ ആ മേഡം പറഞ്ഞു, മതി, നിർത്തു എന്ന് പറഞ്ഞു. എന്തിനാ 20 മിനിറ്റ് സമയം തന്നത്, എന്നാൽ ഇപ്പോൾ 6 മിനിറ്റിൽ തന്നെ നിരത്തി വച്ചല്ലോ എന്നും ഭയപ്പെട്ടു പോയി നമ്മുടെ ജാക്ക് മാ. അപ്പോഴാണ് ആ മേഡം ഒരു ചോദ്യം ചോദിക്കുന്നത്, നിങ്ങളുടെ കമ്പനിയിൽ ഞാൻ എത്ര നിക്ഷേപിക്കേണ്ടത് എന്ന് പ്രതീക്ഷിക്കുന്നത്. ഉടനെ ജാക്ക് മാ, ഞങ്ങളുടെ 20% ഓഹരികൾ നിങ്ങൾ വച്ചോളൂ, $10 മില്യൺ നിക്ഷേപിക്കൂ എന്ന് ചോദിച്ചു. ഉടനെ മേഡം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കമ്പനിയുടെ 40% ഓഹരികൾ വാങ്ങാം, $20 മില്യൺ നിക്ഷേപിക്കാം എന്ന് പറഞ്ഞു. അപ്പ ജാക്ക് മാ അത്ഭുതപ്പെട്ടു പോയി. ഇതിപ്പോ എന്താ, $10 മില്യൺ ചോദിച്ചപ്പോൾ $20 മില്യൺ തരുന്നുവല്ലോ എന്ന്. ബിസിനസ് ചെയ്യാൻ ഒരു അന്ധമായ ധൈര്യം വേണം, ആ ധൈര്യത്തിനോടൊപ്പം ബുദ്ധി സാമർഥ്യവും വേണം. അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ വിജയിച്ചേ തീരൂ എന്ന ആ വാശിയോടെ നിങ്ങളുടെ കണ്ണുകളിൽ കാണാം. നിങ്ങളുടെ ബോഡി ലാംഗ്വേജിൽ അറിയാം നിങ്ങളുടെ ഭാവി പദ്ധതികൾ, അതിനുള്ള തന്ത്രങ്ങൾ, ഡേറ്റകളെല്ലാം വളരെ മികച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ 6 മിനിറ്റിൽ നിങ്ങളുടെ സംസാരം സ്റ്റോപ്പ് ചെയ്തത്. എനിക്ക് നിങ്ങളുടെ മേൽ ഒരു വിശ്വാസം ഉണ്ടെന്ന് ആ മാഡം പറഞ്ഞു. അത് കേട്ടതും ജാക്ക് മായ്ക്ക് വലിയ സന്തോഷമായി. അത് മാത്രമല്ല, അദ്ദേഹം ചോദിച്ചതിനേക്കാൾ കൂടുതൽ പണം അദ്ദേഹത്തിന് ലഭിച്ചു. ഒരു കാര്യം നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കണം, നമ്മുടെ ആകെ ജീവിതം ഇതുപോലെ 6 മിനിറ്റിനുള്ളിൽ തീർക്കപ്പെടണം. നമ്മൾ ഒരു 10 മിനിറ്റ് മാത്രമായിരിക്കും ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത്, എന്നാൽ ആ 10 മിനിറ്റിനുള്ളിൽ നമ്മൾ എന്ത് തെളിയിക്കണം, അതുപോലെ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചെയ്യണം, അദ്ദേഹത്തെ എങ്ങനെ കൺവിൻസ് ചെയ്യിപ്പിക്കണം, നിക്ഷേപം എങ്ങനെ വാങ്ങണം, അങ്ങനെയുള്ള ഒരുപാട് സാഹചര്യം നമ്മൾക്ക് വരാം. ഇതിനെക്കുറിച്ച് ജാക്ക് മാ മുൻകൂട്ടി തന്നെ ആലോചിച്ചു വച്ചിരുന്നു. ഒരു വേളയിൽ അങ്ങനെയുള്ള സാഹചര്യം വന്നാൽ നമ്മൾ എത്ര മനോഹരമായി അവരോട് സംസാരിച്ച് ബോധ്യപ്പെടണം, എത്ര മനോഹരമായി വാക്കുകൾ ഉപയോഗിക്കണം, എന്തെല്ലാം സംസാരിക്കണം, എന്തെല്ലാം സംസാരിക്കരുത്, ഒരു ടോപ്പിക് സംസാരിക്കുമ്പോൾ എത്രത്തോളം എനർജി സംസാരിക്കണം എന്നിങ്ങനെ പലതവണ ഇതിനായി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ജാക്ക് മാ. പരിശീലനമാണ് ഇന്നും അദ്ദേഹത്തിന് വെറും 6 മിനിറ്റിൽ $20 മില്യൺ വാങ്ങിയത്. അതുകൊണ്ട് നിങ്ങളും ആദ്യമേ ഇങ്ങനെയുള്ള സാഹചര്യം വന്നാൽ ആ സ്ഥലം നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് പരിശീലിക്കുക. 20 മിനിറ്റിൽ സംസാരിക്കേണ്ട കാര്യങ്ങൾ വെറും 6 മിനിറ്റിൽ എങ്ങനെയാണ് സംസാരിക്കണമെന്ന് പഠിക്കണം. അത്തരത്തിൽ നല്ല നിക്ഷേപക്കാരെ ലഭിച്ചതോടെ ജാക്ക് മായുടെ ആലിബാബ കമ്പനി പല മടങ്ങ് വളരാൻ തുടങ്ങി. നാൾക്കുനാൾ അതിന്റെ ഉപഭോക്താക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു. അടുത്ത 2 വർഷത്തിനുള്ളിൽ ഏകദേശം 1.5 ലക്ഷത്തിലധികം ഉപഭോക്താക്കളെ കമ്പനിയുമായി ചേർത്തു കഴിഞ്ഞു. അതുമാത്രമല്ല, ചൈനയിൽ മാത്രം ഒതുങ്ങാതെ ഏകദേശം 188 രാജ്യങ്ങളിലേക്ക് ആലിബാബ കമ്പനി വളർന്നു പന്തിലിച്ചിരുന്നു. ഇതൊരു B2B കമ്പനിയാണ്. ബിസിനസ് ടു ബിസിനസ് ചെയ്യുന്നവർക്കുള്ള ചൈനയിൽ നിന്നുള്ള സാധനങ്ങൾ 188 രാജ്യങ്ങളിലേക്ക് വാങ്ങാം. അതുപോലെ 180 രാജ്യങ്ങളിലുള്ളവർക്ക് ചൈനയിലേക്ക് സാധനങ്ങൾ വിൽപ്പനയും ചെയ്യാം. ആലിബാബ കമ്പനിയുടെ ബിസിനസ് ഭയങ്കരമായി വർദ്ധിച്ചു. കുറച്ച് കമ്പനിക്ക് നല്ല ലാഭം വരാൻ തുടങ്ങി. എല്ലാം ശരിയായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് വലിയ ഒരു എതിരാളി വരുന്നത്. അവനാണ് eBay കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ആ കമ്പനി eBay വലിയ രീതിയിൽ വളർന്നതിനു ശേഷം eBay കമ്പനി ശ്രദ്ധ ചൈനയുടെ നേർക്ക് തിരിഞ്ഞു. 2002 ആണ്ടിൽ eBay കമ്പനി ചൈനയിൽ പ്രവർത്തനം ആരംഭിച്ചു. eBay കമ്പനിയും ആലിബാബ കമ്പനിയും തമ്മിൽ നടന്ന മത്സരത്തിൽ ആരാണ് ജയിച്ചത്? ശക്തമായ അമേരിക്കൻ കമ്പനിക്കാരായ eBayയും ആലിബാബ കമ്പനിക്ക് ചെറുത്തു നിൽക്കാൻ കഴിഞ്ഞോ, അതോ വീണ്ടും ആലിബാബ കമ്പനി പരാജയപ്പെട്ടോ എന്നത് അടുത്ത അധ്യായത്തിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ.